റോമൻ സാമ്രാജ്യവും റോമൻ ചരിത്രവും മനുഷ്യർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണിത്. ഒരു സിനിമയിലും കാണാത്തത്ര തീവ്രമായിട്ടുള്ള നായകന്മാരെയും വില്ലന്മാരെയും ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സിനിമകളിലും ഒരു നോവലുകളിലും കണ്ടിട്ടില്ലാത്ത അത്രയും ട്വിസ്റ്റുകൾ നമുക്ക് ഈ ചരിത്രത്തിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നായകന്മാരെന്നൊക്കെ ഞാൻ പറയുമെങ്കിലും അവർ സ്ത്രീകളോടും കുട്ടികളോടും ബന്ധുക്കളോടും ഒക്കെ ചെയ്തിട്ടുള്ള ക്രൂരതകൾ അത് ഒരു മനുഷ്യനും സഹിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ അല്ല. റോമൻ ചരിത്രം പറയുമ്പോൾ അല്ലെങ്കിൽ റോമൻ രാജാക്കന്മാരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ലൈംഗികതയുടെ ഒരു അതിപ്രസരവും ഉണ്ടായിരിക്കുന്നതാണ്. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് ചരിത്രത്തോട് കാണിക്കുന്ന ഒരു നീതികേടാണ്. കഥ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണിത്. പക്ഷേ കുട്ടികൾക്കും കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ആ ചരിത്രത്തിലേക്ക് തന്നെ കടന്നു ചെല്ലാം. ഈ ചരിത്രം ആരംഭിക്കുന്നത് 2700 വർഷങ്ങൾക്ക് മുൻപാണ്, അതായത് 700 BC. ഇന്നത്തെ ഇറ്റലിയാണ് സ്ഥലം. അന്ന് റോമൻ സാമ്രാജ്യമൊന്നും ഉണ്ടായിട്ടില്ല. സിറ്റി ഓഫ് ആൽബലങ്ക എന്ന ഒരു സ്ഥലമാണ്, ഒരു വലിയ പട്ടണമാണ്. അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ പേര് നുമീറ്റ എന്നാണ്. നുമീറ്റയെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. അദ്ദേഹം ശരിക്കുമുള്ള ഒരു രാജാവിനെ പോലെ തന്നെ രാജ്യകാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ആർക്കും അസൂയ തോന്നുന്ന ഒരു ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരനും അതേ അസൂയ അദ്ദേഹത്തോട് തോന്നുന്നതാണ്. ഇവിടുത്തെ വില്ലൻ അമൂലിയസ് എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അമൂലിയസിന് എന്തായാലും രാജാവാകാൻ സാധ്യമായില്ല. ഇനിയിപ്പോൾ തൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടാലും അമൂലിയസ് അല്ല അടുത്ത രാജാവ്. സഹോദരന് മക്കളുണ്ട്. ആ മക്കളായിരിക്കും അടുത്ത രാജാക്കന്മാർ. അവരുടെ മക്കളാണ് അത് കഴിഞ്ഞുള്ള രാജാക്കന്മാർ. അതായത് അവരുടെ തലമുറയാണ് ഇനി മുന്നോട്ട് പോവുക. തൻ്റെ തലമുറയ്ക്ക് ഒരിക്കലും ഒരു രാജാവാകാൻ സാധിക്കുന്നതല്ല. പക്ഷേ അമൂലിയസിന് ഒരു രാജാവാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. തൻ്റെ മക്കൾക്കും രാജാവാകാൻ സാധ്യമാകണം. അതിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ: തൻ്റെ സഹോദരനെ ഇല്ലാതെയാക്കുക, സഹോദരൻ്റെ മക്കളെ കൊല്ലുക. അമൂലിയസ് ഈ കാര്യങ്ങളൊക്കെ വേണ്ട വിധം നടപ്പിലാക്കുകയും ചെയ്തു. നുമിതയ്ക്ക് 2 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിനു പുറമെ ഒരു മകളും ഉണ്ടായിരുന്നു. അയാൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ 2 ആൺമക്കളെയും കൊലപ്പെടുത്തുകയുണ്ടായി. നുമിത ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഭയപ്പെട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അമൂലിയസിൻ്റെ ഒപ്പം ഒരു വലിയ സൈന്യ വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പടപൊരുതി നിൽക്കാൻ അവിടെ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നുമിത അവിടെ നിന്നും പലായനം ചെയ്യുന്നത്. പിന്നെ അവശേഷിക്കുന്നത് ഒരൊറ്റ മകൾ മാത്രമാണ്. അവളുടെ പേര് റിയ സിൽവിയ എന്നാണ്. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് ചരിത്രത്തിൽ തന്നെക്കുറിച്ച് ഒരു മോശമായിട്ടുള്ള വ്യാഖ്യാനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഇയാൾ ആ പെൺകുട്ടിയെ കൊല്ലുന്നില്ല. പകരം അവൾക്കൊരിക്കലും ഒരു കുഞ്ഞുണ്ടാകാതിരിക്കാനുള്ള ചില നടപടികളാണ് അയാൾ ചെയ്യുന്നത്. അവളെ ഒരു ദേവതയുടെ ഒരു പൂജാരിയാക്കി മാറ്റുകയാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വിശ്വാസം തന്നെയാണ്. അല്ലെങ്കിൽ ഇയാൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം നമ്മൾ കരുതാൻ. അതായത് പൂജയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആ സ്ത്രീ വർഷങ്ങളോളം കഴിച്ചു കൂട്ടേണ്ടതാണ്. മറ്റൊരാളെ വിവാഹം ചെയ്യാൻ സാധിക്കുന്നതല്ല. വിർജിനായിട്ട് തന്നെ കാലം മുഴുവനും കഴിച്ചു കൂട്ടണം. അതിലൂടെ അവർക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത് തടയാനും സാധ്യമാകുന്നതാണ്. പക്ഷേ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ സിൽവിയ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന കാര്യം അയാൾക്ക് മനസ്സിലാക്കാൻ സാധ്യമായില്ല. ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് സിൽവിയയുടെ വയറ് വീർത്തുകൊണ്ട് തന്നെ വന്നു. ഒടുവിൽ അയാൾക്ക് മനസ്സിലായി അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. ഒരു സ്ത്രീയെ കൊല്ലുന്നത് തന്നെ മോശമായിട്ട് കരുതുന്ന ആ കാലഘട്ടത്തിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കൊല്ലുന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ജനങ്ങൾ വലിയ രീതിയിൽ അയാൾക്കെതിരെ തിരിയുന്നതാണ്. അതുകൊണ്ട് എന്തായാലും അവൾ പ്രസവിക്കട്ടെ, അവളുടെ കുഞ്ഞുങ്ങൾ എന്തായാലും ജനിക്കുമല്ലോ, ആരും അറിയാതെ ആ കുഞ്ഞുങ്ങളെ കൊല്ലാം. പിന്നീട് അവരുടെ അടുത്ത സന്തതികളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. തനിക്കും തൻ്റെ മക്കൾക്കും ഈ രാജ്യം ഭരിക്കാൻ സാധിക്കുന്നതാണ്. ഒടുവിൽ അയാൾ കാത്തിരിക്കുകയാണ് ആ 9 മാസങ്ങൾ കഴിയാനായിട്ട്. 9 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ് സിൽവിയയ്ക്ക് ഉണ്ടായത്. ഒരാളുടെ പേര് റോമുലസ് എന്നും രണ്ടാമത്തെ ആളുടെ പേര് റെമൂസ് എന്നുമായിരുന്നു. ആദ്യം തന്നെ ആ രാജാവ് നൽകിയ ഉത്തരവ് എത്രയും പെട്ടെന്ന് ഈ 2 കുഞ്ഞുങ്ങളെ ഇവിടെ നിന്നും നീക്കം ചെയ്യുക. ടിബ്രിസ് നദിയുടെ തീരത്താണ് ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ആ ടിബ്രിസ് നദിയിൽ കുഞ്ഞുങ്ങളെ ഒഴുക്കി വിടുക, അവിടെ മുക്കി ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക. ഇത് ഏൽപ്പിക്കുന്നത് ഒരു സെർവൻറ്റിനെ അല്ലെങ്കിൽ ഒരു പരിചാരകനെ ആയിരുന്നു. പരിചാരകൻ ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ടിബ്രിസ് നദീതീരത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അയാൾക്കെന്തോ മനസ്സ് വരുന്നില്ല.
ആ കുഞ്ഞുങ്ങളെ, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ, ജനിച്ചിട്ട് ഒരു ദിവസം പോലും ആകുന്നില്ല, ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വെള്ളത്തിൽ മുക്കി കൊല്ലുന്നത്? രാജാവിനില്ലാത്ത മനസാക്ഷി ഈ പരിചാരകനുണ്ട്. അതുകൊണ്ട് ആ 2 കുഞ്ഞുങ്ങളെയും കൊല്ലാതെ അവിടെ ആ നദീതീരത്ത് ഉപേക്ഷിച്ചിട്ട് അയാൾ തിരികെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരികയാണ്. താൻ ആ 2 കുഞ്ഞുങ്ങളെയും കൊന്നു എന്നാണ് രാജാവിനെ വിവരം അറിയിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ല. ഇപ്രകാരം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച വാർത്ത ആ നഗരം മുഴുവനും പരക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം നദീതീരത്ത് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ മുക്കിക്കൊന്നുവെന്ന്. പക്ഷേ ആർക്കും മറുത്തൊരു വാക്ക് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ആട്ടിടയൻ, ആ ആട്ടിടയന് 2 കുഞ്ഞുങ്ങളെ കാണാൻ സാധ്യമായി നദിയുടെ തീരത്ത്. അടുത്ത ദിവസം രാവിലെയാണ് അദ്ദേഹത്തിന് ആ മനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചത്. ഒറ്റ കാഴ്ചയിൽ തന്നെ അയാൾക്ക് വ്യക്തമായി ആ കുഞ്ഞുങ്ങൾ ഇന്നലെ രാത്രിയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ മറ്റാരുടെയും കുഞ്ഞുങ്ങളല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരിയായ സിൽവിയയുടെ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത രാജാവ് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വകവരുത്തുന്നതാണ്. ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അയാൾക്ക് ദയ തോന്നി. അതുകൊണ്ട് തന്നെ ആ 2 കുഞ്ഞുങ്ങളെയും അയാൾ എടുത്തു വളർത്തുകയാണ്. അയാളുടെ ശിക്ഷണത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുന്നത്. ഒടുവിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2 പേരും 2 യുവാക്കളായിട്ട് മാറുകയാണ്, ആരോഗ്യമുള്ള യുവാക്കൾ തന്നെ. ആ ആട്ടിടയൻ ഈ യുവാക്കളോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ യഥാർത്ഥ അച്ഛൻ ഞാനല്ല, യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് വ്യക്തമല്ല, പക്ഷേ നിങ്ങളുടെ അമ്മ, ആ അമ്മ ഇവിടുത്തെ രാജകുമാരിയായിരുന്നു. അവരിപ്പോൾ ജീവനോടെ ഇല്ല, പക്ഷേ അവരെ കൊന്ന ആൾ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. നിങ്ങൾക്കൊരു മുത്തശ്ശനുണ്ട്, ആ മുത്തശ്ശനായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ രാജാവ്. ആ രാജാവ് ഇവിടെ നിന്നും പലായനം ചെയ്തിരിക്കുകയാണ്. അയാൾ മറ്റൊരു സിറ്റിയിൽ ഇപ്പോൾ ഒരു അഭയാർത്ഥിയെ പോലെ കഴിഞ്ഞു പോവുകയാണ്. ഈ വാർത്തകളൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു വലിയ വിപ്ലവം തന്നെ ഈ 2 യുവാക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ആ വിപ്ലവത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് അവിടുത്തെ രാജാവിന് സാധ്യമാകുന്നില്ല. ഒരു ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അമൂലിയസ് മരണമടയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ വലിയ സിറ്റി ഈ 2 യുവാക്കളുടെ കയ്യിലായി മാറുകയാണ്. പക്ഷേ അവർ നേരിട്ട് ആ ഭാഗം ഭരിക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല. ഇതിൻ്റെ ഉടമ അത് തങ്ങളുടെ മുത്തശ്ശനാണ്. ആ മുത്തശ്ശൻ്റെ കാലശേഷം മാത്രമാണ് ഈ സിറ്റി പൂർണ്ണമായിട്ടും ഭരിക്കാൻ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒളിവിലുണ്ടായിരുന്ന അവരുടെ മുത്തശ്ശനായ നുമിതയെ അവർ തിരികെ കൊണ്ടുവരുന്നുണ്ട്, അവിടുത്തെ രാജാവായിട്ട് വാഴിക്കുന്നുമുണ്ട്. പക്ഷേ ഇവർ 2 പേരും ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ചെറിയ പട്ടണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പട്ടണമുണ്ടാക്കി ആ പട്ടണത്തിലെ രാജാവായിട്ട് മാറണം. പക്ഷേ ആരാണ് ഇവിടെ രാജാവായി മാറുക? എവിടെയാണ് പട്ടണം സ്ഥാപിക്കുക? റോമുലസിനും റെമൂസിനും 2 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. റെമൂസ് പറഞ്ഞു, നമുക്ക് അവൻ്റെയിൻ മലനിരകളുടെ മുകളിൽ ഒരു സിറ്റി സ്ഥാപിക്കാമെന്ന്. പക്ഷേ റോമുലസിന് അവൻ്റെയിൻ മലനിരകളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞത്, അവിടെ നിന്ന് മാറി പലൻ്റെയിൻ മലനിരകളുണ്ട്, നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു സിറ്റി സ്ഥാപിക്കാം. അപ്പോൾ ആര് രാജാവാകും? എവിടെയാണ് സിറ്റി സ്ഥാപിക്കുക? 2 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും 2 വ്യത്യസ്തരായിട്ടുള്ള രാജാക്കന്മാരുമുണ്ട്. ദൈവം തന്നെ നിർണ്ണയിക്കട്ടെ. എങ്ങനെയാണ് ദൈവം നിർണ്ണയിക്കുക? എങ്ങനെയാണ് ഇവർക്ക് ആ ഒരു സന്ദേശം നൽകുക? അതിനൊരു മാർഗമുണ്ട്, റോമൻ മിത്തോളജി അനുസരിച്ചുള്ള ഒരു മാർഗം. 2 പേരും അവർക്ക് പ്രിയപ്പെട്ട അവരുടെ മലനിരകളിലേക്ക് പോവുക, അതിരാവിലെ തന്നെ പോവുക. ആരാണ് ആദ്യം പക്ഷികളുടെ ഒരു കൂട്ടം കാണുന്നത്, അവരായിരിക്കും അടുത്ത രാജാവ്. അവർ തീരുമാനിക്കുന്ന സ്ഥലത്തായിരിക്കും ആ പട്ടണം ഉണ്ടാവുക. 2 പേരും ആ മലനിരകളിലേക്ക് പോയി. റോമുലസ് പോയത് പലൻ്റെയിൻ മലനിരകളിലേക്കാണെങ്കിൽ റെമൂസ് പോയത് അവൻ്റെയിൻ മലനിരകളിലേക്കാണ്. ആദ്യമായിട്ട് പക്ഷികളെ കാണുന്നത് റെമൂസാണ്. റെമൂസ് കാണുന്നത് 4 പക്ഷികളെയാണ്. അത് കഴിഞ്ഞിട്ടാണ് റോമുലസിന് പക്ഷികളെ കാണാൻ സാധിച്ചത്. പക്ഷേ റെമൂസ് കണ്ട പക്ഷികളുടെ ഇരട്ടി പക്ഷിയെ റോമുലസിന് കാണാൻ സാധ്യമായി. 8 പക്ഷികളെയാണ് അയാൾ കണ്ടത്. ഒടുവിൽ വീണ്ടും തർക്കമായി. റെമൂസ് പറയുന്നത് ഞാനാണ് ആദ്യം പക്ഷികളെ കണ്ടതെന്ന്. പക്ഷേ റോമുലസ് പറയുന്നത് റെമൂസ് കണ്ടതിൻ്റെ ഇരട്ടി പക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നിടത്ത് കൊട്ടാരം വരും, ഞാൻ തന്നെ അടുത്ത രാജാവാകും. തർക്കം അതുകൊണ്ടൊന്നും അവസാനിക്കാത്തതിനെ തുടർന്ന് 2 പേരും നേരിട്ട് ഫിസിക്കലായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഒടുവിൽ ആ യുദ്ധത്തിൽ റെമൂസിനെ റോമുലസാണ് കീഴ്പ്പെടുത്തുന്നത്. റെമൂസ് മരണമടയുകയാണ്. റോമുലസ് അവിടുത്തെ രാജാവായിട്ട് മാറുകയാണ്. അയാൾ പറഞ്ഞതുപോലെ തന്നെ പലൻ്റെയിൻ മലനിരകളുടെ മുകളിലായിട്ട് ഒരു വലിയ സിറ്റി തന്നെ സ്ഥാപിക്കുകയാണ്. ആ സിറ്റിയുടെ ആ പട്ടണത്തിൻ്റെ പേരാണ് റോം. അതാണ് പിന്നീട് റോമ സാമ്രാജ്യമായിട്ട് മാറുന്നത്. റോമ സാമ്രാജ്യം പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. റോമൻ എംപയർ ഉണ്ടാകാൻ കുറേയധികം വർഷങ്ങൾ വേണ്ടി വന്നു.
ഇപ്പോൾ ഉണ്ടായതിനെ നമുക്ക് റോമൻ എംപയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല, റോമൻ കിങ്ഡം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നീട് കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് റോമൻ റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. അതും കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ പിന്നെയും കഴിയുമ്പോഴാണ് അത് റോമൻ എംപയർ ആയിട്ട് മാറുന്നത്. റോമൻ എംപയർ ആയിട്ട് മാറുന്ന ആ സമയത്താണ് അത് ഏറ്റവും ശക്തമായിട്ട് ഈ ലോകത്തെ തന്നെ അടക്കി ഭരിക്കുന്ന ഒരു സാമ്രാജ്യമായി മാറുന്നത്. റോമൻ സാമ്രാജ്യം ഉണ്ടായതിന് കൃത്യമായിട്ടുള്ള ഒരു തീയതി തന്നെയുണ്ട്. 753 BC ഏപ്രിൽ മാസം 21 അത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമില്ല. ഇതിനെ ഒരു മിത്തെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. റോമാക്കാർ വർഷങ്ങളായിട്ട് പിന്തുടർന്നു പോകുന്ന ഒരു മിത്ത്. എന്നാൽ ഇതേ കാലഘട്ടത്തിലൂടെ ചരിത്രത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് പുനഃപരിശോധിച്ച് നോക്കാം. ആർക്കിയോളജിക്കൽ പഠനങ്ങളിലൂടെ ഈ ഭൂഭാഗത്ത് ആദ്യമായിട്ട് മനുഷ്യരുടെ ഒരു സിവിലൈസേഷൻ ഉണ്ടാകുന്നത് 9000 BCക്കാണ്. അതായത് 2900 വർഷങ്ങൾക്ക് മുൻപാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ട്രൈബൽസ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാനമായിട്ടും ഈ പ്രദേശത്ത് രണ്ട് ലാറ്റിൻ ട്രൈബൽസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് പലന്റൈൻ മലനിരകളുടെ മുകളിൽ താമസിക്കുന്ന ലാറ്റിൻ ട്രൈബ്, മറ്റൊന്ന് അവന്റൈൻ മലനിരകളുടെ മുകളിൽ താമസിക്കുന്ന മറ്റൊരു ലാറ്റിൻ ട്രൈബ്. ഇവർ രണ്ടുപേരും തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ട് മലനിരകൾക്ക് പുറമെ അവിടെ ഏകദേശം 7ഓളം മലനിരകൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ലാറ്റിൻ ട്രൈബുകൾ തന്നെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം പല സമയങ്ങളിലായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ട്രൈബൽസ് അത് പലന്റൈനിലും അവന്റൈൻ മലനിരകളിലും ഉണ്ടായിരുന്ന ട്രൈബൽസ് തന്നെയാണ്. 600 BC ആയപ്പോഴേക്കും ഇത് രണ്ടും ഒന്നിച്ച് ഒരൊറ്റ ട്രൈബായിട്ട് മാറുകയാണ്. സന്ധി സംഭാഷണങ്ങളിലൂടെ ഒന്നുമല്ല അവർ ഒന്നിക്കുന്നത്, യുദ്ധത്തിലൂടെ തന്നെയാണ്. പലന്റൈൻ മലനിരയിൽ ഉണ്ടായിരുന്ന ട്രൈബൽസ് അവന്റൈൻ മലനിരകളിലെ ട്രൈബൽസിനെ കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ അവരെല്ലാം ഒരൊറ്റ ട്രൈബൽസായിട്ട് മാറുകയാണ്. ഈ ട്രൈബൽസിൻ്റെ രാജാവിൻ്റെ പേര് റോമുലസ് എന്നാണ്. അദ്ദേഹമാണ് ആ ഭാഗം ഭരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഭരിക്കുന്ന ആ ഭാഗത്തിൻ്റെ പേര് റോം എന്ന് ലഭ്യമാവുകയാണ്. ചരിത്രവും മിത്തും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള പല കഥകളും അതങ്ങനെ തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല. കാരണം അതങ്ങനെ ഉറപ്പുവരുത്തുന്ന ചരിത്ര രേഖകളോ ചരിത്ര തെളിവുകളോ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ വർഷങ്ങളായിട്ട് റോമാക്കാർ പറഞ്ഞു വരുന്ന കഥകളുണ്ട്. ആ കഥകൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരമാണ്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതൊക്കെ പൂർണ്ണമായിട്ടും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. റോമുലസ് ആണ് റോമിൻ്റെ ആദ്യത്തെ ഫൗണ്ടർ, അല്ലെങ്കിൽ റോമിനെ സ്ഥാപിച്ചത് റോമുലസ് ആണ്. പക്ഷേ ഇവരത്രയും ശക്തരായിട്ടുള്ള ഒരു സാമ്രാജ്യമായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു കിങ്ഡമായിട്ടൊന്നും മാറിയിട്ടില്ല. അവരെക്കാൾ ശക്തരായിട്ടുള്ള ട്രൈബൽസ് അവിടെ വേറെയുമുണ്ട്. ഇവരുടെ ദക്ഷിണ ഭാഗത്തായിട്ട് ഒരു വലിയ വിഭാഗമുണ്ട്. അവരെ നമുക്ക് സബൈൻ ട്രൈബൽസ് എന്ന് പറയാം. അതിൻ്റെ ഉത്തരഭാഗത്തായിട്ട് മറ്റൊരു ട്രൈബൽസ് ഉണ്ട്. അവർ എട്രൂക്കൻ ട്രൈബൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഭാഗത്തുള്ള സബൈൻ ട്രൈബൽസ് അത് ഇറ്റാലിയൻ ട്രൈബൽസ് ആണ്. റോമുലസിൻ്റെ റോമിലുള്ളത് ലാറ്റിൻ ട്രൈബൽസ് ആണ്. അവരുടെ എല്ലാം ഉത്തരഭാഗത്തായിട്ടുള്ള എട്രൂക്കൻ ട്രൈബൽസ് ഈ രണ്ട് ട്രൈബൽസിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. സബൈൻ ട്രൈബൽസിനും റോമൻ ട്രൈബൽസിനും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അവരുടെ കൾച്ചറിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ എട്രൂക്കൻ ട്രൈബൽസിന് ഗ്രീക്കുകാരുടെ ഒരു കൾച്ചറാണ് ഉണ്ടായിരുന്നത്. ഗ്രീക്കുകാരുമായിട്ട് പലതവണ അവർ ഇടപെട്ടിട്ടുണ്ട്. ഗ്രീക്കുകാരുടെ ഒരു സക്സീഡേഴ്സ് ആണെന്ന് പോലും നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ തീർത്തും വിഭിന്നമായിട്ടുള്ള ട്രൈബൽസ് ആണ് എട്രൂക്കൻ ട്രൈബൽസ്. പക്ഷേ ഈ കഥയിലേക്ക് ഇപ്പോൾ എട്രൂക്കൻ ട്രൈബൽസ് എത്തിച്ചേരുന്നില്ല. ഇപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സബൈൻസും റോമാക്കാരും തമ്മിലാണ്. വലിയ രീതിയിലുള്ള ലഹള തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധം നടക്കുന്നുണ്ട്. പക്ഷേ റോമുലസിൻ്റെ ഒരു നിയമം അനുസരിച്ച് അവിടെ വന്നു ചേരുന്ന ആർക്കും അവിടുത്തെ നാട്ടുകാരനായിട്ട് മാറാൻ സാധിക്കുന്നതാണ്. സബൈൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷേ വിദേശത്തു നിന്നൊക്കെ പലരും യാത്രകളൊക്കെ ചെയ്ത് ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടെ തുടർന്നു പോകാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം റോമുലസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ധാരാളമായിട്ട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ എത്തിച്ചേരുന്ന ആണുങ്ങളൊക്കെ പുരുഷന്മാരാണ്. സ്ത്രീകൾ അങ്ങനെ ഊരു ചുറ്റുക ഒരു പതിവായിട്ടുള്ളൊരു കാര്യമല്ല. പുരുഷന്മാർ ധാരാളമായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കറങ്ങി നടക്കുകയും ഒടുവിൽ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രദേശത്തെ പുരുഷന്മാരുടെ ജനസംഖ്യ ഗണ്യമായിട്ട് വർദ്ധിക്കുകയുണ്ടായി. സ്ത്രീകളുടെ എണ്ണം വളരെയധികം ശുഷ്കമായിട്ട് മാറുകയും ഉണ്ടായി.
അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെ അവിടെ സൃഷ്ടിക്കുന്നുമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് റോമുലസ് ഒരു മാർഗം കണ്ടെത്തുന്നുണ്ട്, വളരെയധികം നീചമായിട്ടുള്ള ഒരു മാർഗം. ആ മാർഗം എന്ന് പറയുന്നത് ഒരു വലിയ ഫെസ്റ്റിവൽ, ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കുക. ആ ആഘോഷവേദിയിലേക്ക് സബൈൻ ട്രൈബൽസിലുള്ള ആളുകളെയും വിളിക്കുക. അവിടെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ ഇവിടേക്ക് ക്ഷണിക്കുക. അവിടെ വരുന്നവർക്കൊക്കെ മദ്യം പകർന്നു കൊടുക്കുന്നുണ്ട്, ഭക്ഷണവും ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. നൃത്തവും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ആഘോഷം തന്നെയാണ് അവിടെ ഒരുക്കിയിരുന്നത്. പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിൽ ഒരു വലിയ ചതിയുമുണ്ടായിരുന്നു. അവിടെ എത്തിച്ചേർന്ന പുരുഷന്മാർക്ക് ആവശ്യത്തിലധികം മദ്യം ഇവർ വിളമ്പി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഒരു തുള്ളി പോലും അകത്താക്കുന്നില്ല. അങ്ങനെ മദ്യപിച്ച് അവശരാകുന്ന ഈ പുരുഷന്മാർ, ആ പുരുഷന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വളരെയധികം എളുപ്പമാണ്. ആ യുദ്ധത്തിൽ ഒന്ന് പോരാടാൻ പോലും സാധ്യമാകാതെ പുരുഷന്മാർ അവിടെ നിന്നും അക്ഷരാർത്ഥത്തിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ത്രീകളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകളെ ഇവർ വിടുന്നില്ല. അവരെ ബലമായിട്ട് അവിടെ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ വളരെ നീചമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ സബൈൻസിൻ്റെ കുറേയധികം സ്ത്രീകളെ ഇവർ ബലമായിട്ട് അവിടെ പിടിച്ചു നിർത്തുകയും അവരുടെ ട്രൈബൽസിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അന്ന് റോമുലസ് നടത്തിയത്. ഇത് കണ്ട് സബൈൻസ് വെറുതെ ഇരിക്കുമോ? അവരുടെ മക്കളും ഭാര്യമാരും സഹോദരിമാരും അമ്മമാരും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ തടവിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പടയും നയിച്ച് ഒരു യുദ്ധത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ആ യുദ്ധത്തിന് തടയിടുന്നത് ഇവിടെ തടവിലുള്ള സ്ത്രീകൾ തന്നെയാണ്. ഇവിടെ ഒരു രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു ആവശ്യവുമില്ല, ഞങ്ങളിവിടെ സുഖകരമായിട്ട് തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അങ്ങനെ ആ യുദ്ധം അവിടെ നടക്കാതെ ഒരു സന്ധി സംഭാഷണമാണ് ആരംഭിക്കുന്നത്. ആ സന്ധി സംഭാഷണത്തിലൂടെ ഈ രണ്ട് ട്രൈബൽസും റോമുലസിൻ്റെ കീഴിൽ ഒരൊറ്റ സൈന്യമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ ട്രൈബായിട്ട് മാറുകയാണ്. റോമുലസ് ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു വലിയ താരപരിവേഷം തന്നെയാണ് ഉള്ളത്. ആ പരിവേഷം ലഭ്യമാകാനുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്, മറ്റു രാജാക്കന്മാർ ഒട്ടും ചെയ്യാത്ത ചില കാര്യങ്ങൾ. റോമൻ സാമ്രാജ്യത്തെ ഇത്രയധികം വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റുന്നതിന് പിന്നിൽ റോമുലസിൻ്റെ ഈ നടപടികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അയാൾക്ക് ഒരു ഓട്ടോക്രാറ്റായി മാറാൻ ഒട്ടും തന്നെ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതായത് ഒരു പക്ക രാജാവാകാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു സെമി കിങ്ഡമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് പൂർണ്ണമായിട്ടും രാജാവല്ല ഭരിക്കുന്നത്, അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഭരിക്കാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി അയാൾ ഒരു സെനറ്റ് തന്നെ രൂപീകരിക്കുന്നുണ്ട്. ആ ഒരു സെനറ്റിന് വേണ്ടി ഒരു സെനറ്റ് ഹാൾ നിർമ്മിക്കുന്നുണ്ട്. ആ സെനറ്റ് ഹാൾ സെനറ്റുകൾക്ക് വന്നിരിക്കാനും സംഭാഷണങ്ങൾ കൈമാറാനും ഒക്കെ സാധിക്കുന്നതാണ്. അവർക്ക് നിയമങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. ആ സെനറ്റ് ഹാളിൽ വന്നിരിക്കുന്നത് 100ഓളം വരുന്ന നോബിൾമെന്നാണ്. അതായത് സാധാരണ ആൾക്കാരല്ല, സാധാരണ ആൾക്കാർക്കും മുകളിലായിട്ടുള്ള ഒരു അപ്പർ ക്ലാസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ആ അപ്പർ ക്ലാസ്സിന് അവിടുത്തെ ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധിക്കുന്നതാണ്. അങ്ങനെ രാജാവ് ഇവരുടെ റെഗുലേഷൻസ് അനുസരിച്ച് ഭരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. ഈ രാജാവ് മരിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് രാജാവാകാൻ പോകുന്നത് ഈ രാജാവിൻ്റെ മകനോ മകളോ ഒന്നുമല്ല, മറിച്ച് ഈ സെനറ്റ് തീരുമാനിക്കുന്ന മറ്റൊരു വ്യക്തിയാണ്. അതൊരു പക്ഷേ ഈ രാജാവിൻ്റെ മകനാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭരണഘടന തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ് റോമ സാമ്രാജ്യത്തെ ഏറ്റവും വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റി തീർക്കുന്നതും. കാരണം അവിടെ ഒരു സെമി റിപ്പബ്ലിക് തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു സെമി റിപ്പബ്ലിക്കായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാലും അവിടെ സെനറ്റ് അംഗങ്ങളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഒരു അസംബ്ലിയുമുണ്ട്. ആ അസംബ്ലിയിലും തിരഞ്ഞെടുക്കുന്ന ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അവകാശങ്ങൾ വളരെയധികം ശുഷ്കമായിരുന്നു. എങ്കിൽ പോലും പേരിനെങ്കിലും അവർക്ക് അവിടെ ഒരു അസംബ്ലി ഉണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിലാണ് റോമുലസിൻ്റെ കീഴിൽ അവിടെ ഭരണം നടന്നു പോകുന്നത്. ഒടുവിൽ 716 BCയിൽ റോമുലസ് മരണമടയുകയാണ്. അടുത്ത രാജാവ് ആരാണെന്ന് തീരുമാനിക്കുന്നത് സെനറ്റാണ്. സെനറ്റ് ഒരു ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്തു. നുമ പോംപിലസ് ആണ് അടുത്ത രാജാവ്. ആ രാജാവ് ഒരു ലാറ്റിൻ രാജാവ് ആയിരുന്നില്ല, ലാറ്റിൻ ട്രൈബിൽ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. അയാൾ ഇറ്റാലിയൻ അല്ലെങ്കിൽ സബിൻ ട്രൈബിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു ഈ രണ്ട് ട്രൈബ് കൂടെ ചേർന്ന് ഇപ്പോൾ ഒരൊറ്റ ട്രൈബായി മാറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പ്രശ്നവുമില്ല, കാരണം അവരെല്ലാം കുറച്ച് വർഷങ്ങളായിട്ട് ഒന്നിച്ച് ഒരുപോലെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ആദ്യത്തെ ഇറ്റാലിയൻ ട്രൈബിൽ നിന്നുള്ള രാജാവ് അത് നുമ പോംപിലസ് ആണ്. നുമ റോമുലസിൽ നിന്നും കുറേ കൂടെ വ്യത്യസ്തനായിരുന്നു.
റോമുലസ് മിലിറ്ററിയിൽ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലായിട്ട് സൈന്യത്തെ റിക്രൂട്ട് ചെയ്യുക, അതിലൂടെ രാജ്യത്തെ ശക്തമാക്കുക, ഭയമില്ലാതെ ജനങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ സാധ്യമാക്കുക. സമാധാനമായിരുന്നില്ല ലക്ഷ്യം. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അങ്ങോട്ടും ആക്രമിക്കും, വേണ്ടി വന്നാൽ നേരിട്ട് അവിടെ പോയി അവരെ കീഴ്പ്പെടുത്താനും മടിക്കുന്നതല്ല. പക്ഷേ നുമയ്ക്ക് യുദ്ധത്തിനോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അയാൾക്ക് സമാധാനത്തിനോടായിരുന്നു താല്പര്യം. യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സന്ധി സംഭാഷണങ്ങൾക്ക് ശേഷം ടെമ്പിൾ ഓഫ് ജാനസ് എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രം അയാൾ പണി കഴിപ്പിക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിലെ മുഴുവൻ കവാടങ്ങളും അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ ജനലുകളും അടഞ്ഞു തന്നെയാണ്. അടഞ്ഞു കിടക്കുന്ന ആ കവാടങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഡിപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. ട്രൈബൽസ് തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ആ പ്രശ്നങ്ങളൊന്നും തുറക്കുന്നതല്ല, ഇനി ഒരു യുദ്ധവും ഉണ്ടായിരിക്കുന്നതല്ല. ഈ ക്ഷേത്രത്തിൻ്റെ ജനലുകൾ പോലെ അത് എല്ലായ്പ്പോഴും അടഞ്ഞു കിടക്കുന്നതാണ്. റോമൻ കലണ്ടർ കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. അതിനുശേഷം ഒരു ചീഫ് പ്രീസ്റ്റിനെ, അല്ലെങ്കിൽ ആ ഒരു റോമ സാമ്രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പൂജാരിയായിട്ട് ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു സ്ഥാനപ്പേരും കൊടുക്കുന്നുണ്ട്. വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ഈ ആൾ മാറിക്കൊണ്ടേയിരിക്കും, പക്ഷേ ആ സ്ഥാനപ്പേര് അങ്ങനെ തന്നെ ആയിരിക്കും. പോണ്ടിഫെക്സ് മാക്സിമസ് എന്നാണ് ആ ഒരു പദവിയുടെ പേര്, അല്ലെങ്കിൽ ആ ഒരു പൂജാരിയുടെ സ്ഥാനത്തിൻ്റെ പേര്. 672 BC ആയപ്പോഴേക്കും ന്യൂമ മരണമടയുകയാണ്. ന്യൂമയുടെ കാലഘട്ടം അത് മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ആ കാലഘട്ടം അവിടെ അവസാനിക്കുകയാണ്. സെനറ്റ് പുതിയൊരാളെ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. ടൂലസ് ഹോസ്റ്റിലസ് എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് യുദ്ധങ്ങളോട് വലിയ താല്പര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന നുമ രാജാവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇയാൾ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി. സമാധാന ഉടമ്പടികളൊക്കെ അവിടെ അവസാനിക്കുകയായി. അടഞ്ഞുകിടക്കുന്ന ആ ടെമ്പിളിൻ്റെ ജനലുകളൊക്കെ മലർക്കെ തുറക്കുകയായി. ഈ യുദ്ധങ്ങൾക്കിടയിലാണ് ഞാൻ ഈ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആൽബുലങ്ക എന്ന സിറ്റി പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടുന്നത്. പക്ഷേ എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ രാജാവിനും ഒരു ഒടുക്കമുണ്ടായിരുന്നു. ആ ഒടുക്കം സംഭവിച്ചത് 640 BCയിലാണ്. അദ്ദേഹം മരണമടയുകയാണ്. മരണശേഷം നുമ രാജാവിൻ്റെ കൊച്ചുമകനായ ആങ്ക്വസ് മാർക്വസ് ആണ് ഭരണം ഏറ്റെടുക്കുന്നത്. നുമ രാജാവിനെ പോലെ തന്നെയായിരുന്നു ആങ്ക്വസും. അദ്ദേഹത്തിനും സമാധാനത്തിനോടായിരുന്നു താല്പര്യം. അതോടുകൂടി വീണ്ടും റോമിൽ സമാധാനം വ്യാപിക്കാൻ തുടങ്ങി. മറ്റുള്ള ട്രൈബൽസുമായിട്ടൊക്കെ സന്ധി സംഭാഷണങ്ങളിൽ അവർ ഏർപ്പെടുന്നു. അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള പല സ്ഥലങ്ങളും അവർക്ക് തിരികെ കൊടുക്കുന്നുമുണ്ട്. യുദ്ധത്തിലൂടെ മാത്രമല്ല നമുക്ക് സ്ഥലങ്ങൾ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നത്, സ്നേഹത്തിലൂടെയും കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് ഈ രാജാവ് തെളിയിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ലാറ്റിൻ സിറ്റികൾ ഉണ്ടായിരുന്നു. ആ ലാറ്റിൻ സിറ്റികളെയെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിപ്പിച്ച് ഒരൊറ്റ ശക്തിയാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ശക്തി കൂടുകയാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ അനായാസമായിട്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമാകും. ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന സിറ്റികളെയെല്ലാം ഒന്നിപ്പിക്കുന്നത്. ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും റോമൻ പട്ടണത്തിലെ ജനസംഖ്യ വലിയ രീതിയിൽ തന്നെ പെരുകിയിട്ടുണ്ടായിരുന്നു. ജനങ്ങളെല്ലാം താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ടിബ്രീസ് നദിയുടെ തീരത്ത് തന്നെയാണ്. അവിടെ നിന്നും അകന്നു പോവുകയാണെങ്കിൽ ജലത്തിൻ്റെ ലഭ്യതയിൽ കുറവുണ്ടാകും. ഇന്നത്തെ കാലം പോലെ ആ കാലഘട്ടത്തിൽ നമുക്ക് പൈപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നദിയിൽ നിന്നും നേരിട്ട് ജലം എടുക്കുന്നതായിരുന്നു പതിവ്. ആ പതിവിന് ഒരു മാറ്റം വരുത്തുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അക്വാഡക്റ്റ്, ആദ്യമായിട്ട് റോമിൽ അക്വാഡക്റ്റ് കൊണ്ടുവരുന്നത് ഈ രാജാവാണ്. അങ്ങനെ ആളുകൾക്ക് ഈ നദിയുടെ തീരത്തു നിന്നും കുറച്ച് അകലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ സാധ്യമായി. അവിടേക്ക് ജലം ലഭ്യമാക്കാനും തുടങ്ങി. അങ്ങനെ ജനസംഖ്യ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന ആ റോമൻ പട്ടണത്തിന് ഇത് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയാണ്. റോമൻ സാമ്രാജ്യം കുറേ കൂടെ വലിയൊരു സ്ഥലത്തേക്ക് വ്യാപിക്കുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൂര കെട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനും ഒരു അന്ത്യമുണ്ടായി. 616 BCയിലാണ് ഈ രാജാവ് മരണമടയുന്നത്. അതിനുശേഷം വരുന്നത് തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ഒരു രാജാവാണ്. കാരണം അത് സബിൻ ട്രൈബിൽപ്പെട്ട ഒരു രാജാവല്ല, അതുപോലെ തന്നെ ലാറ്റിൻ ട്രൈബിൽപ്പെട്ട ഒരു രാജാവുമല്ല. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു ട്രൈബിലുള്ള രാജാവ്, എട്രൂക്യൻ ട്രൈബിൽപ്പെട്ട ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ പേര് ട്രാക്വിൻ ദ എൽഡർ എന്നാണ്. എങ്ങനെയാണ് എട്രൂക്യൻ ട്രൈബിലെ ഒരു വ്യക്തി ഇവിടുത്തെ രാജാവായിട്ട് മാറുന്നത്? ചരിത്രത്തിൽ ആ കാര്യത്തിൽ ഒരു കൃത്യതയൊന്നുമില്ല. പക്ഷേ അയാളാണ് രാജാവായത്. എങ്ങനെ രാജാവായി എന്ന് കൃത്യമായിട്ട് അറിയുകയില്ലെങ്കിലും ചില അവ്യൂഹങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇയാൾ വലിയ രീതിയിൽ പണം സെനറ്റിൽ കൊടുത്തിട്ടായിരിക്കാം ആ അധികാരം പിടിച്ചുപറ്റിയത്. കാരണം സെനറ്റിലുള്ള 100 അംഗങ്ങളാണ് തീരുമാനിക്കുന്നത് അടുത്ത രാജാവ് ആരായിരിക്കണമെന്ന്. അപ്പോൾ അതിൽ ഒരു 50ഓളം വരുന്ന സെനറ്റുകളെ പണം കൊടുത്ത് വശീകരിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ആളായിരിക്കും രാജാവ്.
അങ്ങനെയായിരിക്കും എട്രൂക്യൻ ട്രൈബിൽപ്പെട്ട ഈ വ്യക്തി രാജാവായിട്ട് മാറുന്നത്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറാണ്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. സാബിൻ ട്രൈബൽസിനും ലാറ്റിൻ ട്രൈബൽസിനും ഉണ്ടായിരിക്കുന്ന കൾച്ചറല്ല എട്രൂക്യൻ ട്രൈബലിനുള്ളത്. അവരുടേത് ഒരു ഗ്രീക്ക് കൾച്ചറാണ്. ആ ഗ്രീക്ക് കൾച്ചറിൻ്റെ കടന്നുകയറ്റം റോമൻ സാമ്രാജ്യത്തിൽ ആദ്യമായി ഉണ്ടാകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. പക്ഷേ മോശമായിട്ടുള്ള ഒരു കടന്നുകയറ്റമൊന്നും ആയിരുന്നില്ല. റോമൻ സാമ്രാജ്യത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുക തന്നെയാണ് ഇവിടെ ഉണ്ടായത്. വലിയ രീതിയിലുള്ള യുദ്ധമൊന്നും ഉണ്ടായില്ല. കാരണം പ്രധാനമായിട്ടും ഈ രാജ്യത്തിന്, റോമൻ സാമ്രാജ്യത്തിന് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഈ എട്രൂക്യൻ ട്രൈബൽസുമായിട്ടാണ്. ആ എട്രൂക്യനിൽ തന്നെ ഒരാളാണ് ഇപ്പോൾ ഇവിടുത്തെ രാജാവ്. അപ്പോൾ അവർക്ക് എട്രൂക്യൻ ട്രൈബൽസുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സമാധാനം തന്നെയായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമായതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അങ്ങനെ സമൃദ്ധമായ 38 വർഷങ്ങൾ കൂടി കടന്നുപോയി. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, സാമ്പത്തികമായിട്ട് ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ ഈ കാലഘട്ടത്തിൽ സാധ്യമാകുന്നുണ്ട്. 38 വർഷം കഴിഞ്ഞ് അയാൾ മരിക്കുമ്പോൾ അടുത്ത രാജാവായിട്ട് മാറുന്നത് അയാളുടെ മരുമകനായ സെർവ്യസ് ആണ്. സെർവ്യസും അതേ രീതിയിലുള്ള ഒരു ഭരണം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇയാളും ഒരു എട്രൂക്യൻ ട്രൈബ് തന്നെയാണ്. അതുകൊണ്ട് എട്രൂക്യൻ ട്രൈബൽസുമായിട്ട് യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ല. വലിയ രീതിയിലുള്ള ഭരണ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സമ്പത്ത് വലിയ രീതിയിൽ തന്നെ കുമിഞ്ഞു കൂടുന്നുമുണ്ട്. യുദ്ധമില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പം തന്നെയാണ്. കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും. ജനങ്ങൾക്കൊക്കെ സുഖകരമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധ്യമാകുന്നുമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 40 വർഷമാണ് സെർവ്യസിന് ഇവിടെ ഭരിക്കാൻ സാധ്യമായത്. അയാൾ ഒരുപാട് കെട്ടിടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിർമ്മിക്കുന്നുണ്ട്. കാരണം പണമുണ്ടല്ലോ, പണമുണ്ടെങ്കിൽ എന്തും സാധ്യമാകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഒരു മനോഹരമായിട്ടുള്ള സ്റ്റേഡിയം അയാൾ നിർമ്മിക്കുന്നുണ്ട്. സർക്കസ് മാക്സിമസ് എന്ന പേരിലാണ് ആ സ്റ്റേഡിയം അറിയപ്പെടുന്നത്. അവിടെ ധാരാളമായിട്ട് ആളുകൾ എത്തിച്ചേരുമായിരുന്നു. കാരണം അവിടെ വലിയ രീതിയിലുള്ള മത്സര ഓട്ടങ്ങൾ നടക്കുമായിരുന്നു. കുതിരകളെ പൂട്ടിയ വലിയ വണ്ടികൾ, ആ വണ്ടികൾ തമ്മിൽ പരസ്പരം മത്സരമാണ്. റോമൻ സാമ്രാജ്യത്തിന് ചുറ്റുമായിട്ട് ഒരു പടുകൂറ്റൻ ഭിത്തി അല്ലെങ്കിൽ ഒരു വാള് സൃഷ്ടിക്കുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിനു പുറമെ അതുവരെ ആളുകൾ ജീവിച്ചിരുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ ഉണ്ടാകുന്നതും ഈ ഘട്ടത്തിൽ തന്നെയാണ്. ട്രൈബൽസ് എന്ന് നമുക്ക് ഇനി അവരെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ കുറേ കൂടെ വികസിച്ചിരിക്കുന്നു. അവരുടെ കെട്ടിടങ്ങൾ എന്തെങ്കിലും ഇലകൾ കൊണ്ടോ അല്ലെങ്കിൽ മൃഗത്തോലു കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളല്ല. മറിച്ച് കട്ടകൾ കൊണ്ട്, വലിയ വലിയ പാറകൾ കൊണ്ടൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. ഇവിടെ വലിയൊരു അട്ടിമറി നടക്കുന്നുണ്ട്. സെർവ്യസ് എന്ന രാജാവിൻ്റെ മകൾ, ടൂലിയ എന്നാണ് മകളുടെ പേര്. മകൾക്ക് സെർവ്യസിൻ്റെ അനന്തരവനുമായിട്ട് ഒരു പ്രണയമുണ്ടാകുന്നു. ടാർക്വിൻ എന്നാണ് അനന്തരവൻ്റെ പേര്. സാധാരണ രീതിയിലുള്ളൊരു പ്രണയമൊന്നുമല്ല. ഇവർ വിവാഹം കഴിക്കുന്നുണ്ട്. പക്ഷേ വിവാഹം കഴിക്കുന്നത് നീചമായിട്ടുള്ള 2 കർമ്മങ്ങളിലൂടെയാണ്. ഒന്ന്, ടൂലിയ സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നു. മറ്റൊന്ന്, ടാർക്വിൻ സ്വന്തം ഭാര്യയെ കൊല്ലുന്നു. അതിനുശേഷമാണ് അവർ ഒന്നിക്കുന്നത്. അങ്ങനെ ഒന്നിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? ഇവിടെ അടുത്തൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ 2 കൊലപാതകങ്ങളോടുകൂടി തന്നെ അവർ അവസാനിപ്പിക്കുന്നില്ല. അവർ മറ്റൊരു നീചമായിട്ടുള്ള കർത്തവ്യം കൂടി ചെയ്യുന്നുണ്ട്. റോമൻ പട്ടണത്തിലെ രാജാവിനെ തന്നെ, സെർവ്യസിനെ തന്നെ, സ്വന്തം അച്ഛനെ തന്നെ ഇവർ 2 പേരും കൊല്ലുകയാണ്. 2 പേരും ചേർന്ന് അയാളെ നീചമായിട്ട് സെനറ്റ് ഹാളിൽ വെച്ച് തന്നെ, എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ, സെനറ്റ് അംഗങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വധിക്കുകയാണ്. അതിനുശേഷം ടർക്വിൻ അവിടുത്തെ രാജാവായിട്ട് മാറുകയാണ്. രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെറും ടർക്വിൻ എന്നല്ല, ടർക്വിൻ ദ പ്രൗഡ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറുന്നത്. അദ്ദേഹം ഒരു ക്രൂരനായിട്ടുള്ളൊരു രാജാവായിരുന്നു. അയാൾക്ക് ഈ ഡെമോക്രസിയിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. സെനറ്റുകൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ അംഗീകരിച്ചു കൊടുക്കുമായിരുന്നില്ല. സെനറ്റുകൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് റോമിലെ രീതിയും. പക്ഷേ ഇതിനോടൊന്നും അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സെനറ്റിനെ പിരിച്ചുവിടുന്നൊന്നുമില്ല. സെനറ്റ് പല കാര്യങ്ങളും അയാളോട് അറിയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അയാൾ കേട്ടതായിട്ട് പോലും ഗവനിക്കുന്നില്ല. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചില രീതികളുണ്ടായിരുന്നു. ആ രീതികളിലൂടെയാണ് അയാൾ ഭരണം നടപ്പിലാക്കിയത്. രാജാവായ ടുർക്കിനെ പോലെയും രാജ്ഞിയായ ടൂലിയെ പോലെയും തന്നെയായിരുന്നു അവരുടെ മകനായിട്ടുള്ള രാജകുമാരനും. രാജകുമാരൻ അവിടുത്തെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നോബിൾമാൻ്റെ മകളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. ലുക്രീഷ്യ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അതിനുശേഷം അവർ പൊതുസ്ഥലത്ത് വെച്ച് ആത്മഹൂതി അണയുന്നുണ്ട്. അതിനുശേഷം ആ പ്രദേശത്ത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെ നടക്കുന്നുണ്ട്. ആ മൃതദേഹത്തിൻ്റെ മുൻപിൽ വെച്ച്
ലുക്രീഷ്യയുടെ ഭർത്താവ് നടത്തുന്ന ഒരു പ്രസംഗം. വളരെ പ്രാധാന്യമർഹിക്കുന്ന റോമിൻ്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു വലിയ പ്രസംഗം തന്നെയായിരുന്നു അത്. ടർക്കീനിയസ് കലാറ്റിനസ് എന്നാണ് ആ ഭർത്താവിൻ്റെ പേര്. കലാറ്റിനസ് ശരിക്കും ഒരു വിപ്ലവത്തിനുള്ള ആഹ്വാനം കൊടുക്കുകയായിരുന്നു. ഇയാളോടൊപ്പം തന്നെ ബ്രൂട്ടസ് എന്നൊരു വ്യക്തിയും ചേരുന്നുണ്ട്. ബ്രൂട്ടസ് എന്ന പേര് കേൾക്കുമ്പോൾ സീസറിനെ പിന്നിൽ നിന്ന് കുത്തിയ ബ്രൂട്ടസ് ആയിട്ട് കരുതരുത്. അതിനൊക്കെ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ബ്രൂട്ടസ് ഉണ്ടാകുന്നത്. ഈ ബ്രൂട്ടസും കലാറ്റിനസും ചേർന്നിട്ട് ഒരു വലിയ വിപ്ലവം തന്നെ നടപ്പിലാക്കുകയാണ്. ഒരു പറ്റം യുവാക്കൾ തന്നെ ഇവരോടൊപ്പം തന്നെ അണിചേരുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഒടുവിൽ രാജാവിന് തോൽക്കേണ്ടി വരികയാണ്. അവിടുത്തെ സൈന്യത്തിന് പിന്മാറേണ്ടി വരികയാണ്. BC 509 ഈ ആഭ്യന്തര യുദ്ധം നടക്കുന്നത്. അതിനെ തുടർന്ന് ടാർക്വിൻ ദ പ്രൗഡ് എന്ന രാജാവ് അവിടെ നിന്ന് പലായനം ചെയ്യുന്നുണ്ട്. അതിനുശേഷം സെനറ്റ് അവിടുത്തെ മൊണാർക്കി തന്നെ പിരിച്ചുവിടുകയാണ്. ഇനി ഒരിക്കലും ഇവിടെ ഒരു രാജാവ് ഉണ്ടാകാൻ പാടില്ല. അവർ മടുത്തു പോയിരുന്നു. അത്രയും നീചമായിട്ടുള്ള പ്രവർത്തികളാണ് ടാർക്വിൻ ദ പ്രൗഡും അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ അവിടെ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് ഇനി ഇവിടെ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മൊണാർക്കി പൂർണ്ണമായിട്ടും പിരിച്ചുവിട്ട് സെനറ്റ് നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയാണ്. എന്നാൽ സെനറ്റിന് മൊത്തത്തിൽ ഭരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം സെനറ്റ് 100 പേരോളമുണ്ട്. 100 പേർക്ക് എങ്ങനെയാണ് ഒരേ സ്വരത്തിൽ ഭരിക്കാൻ സാധിക്കുന്നത്? ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ലീഡേഴ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ലീഡറെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയാണ് കൗൺസിൽ എന്ന പേരിൽ ലീഡേഴ്സ് ഉണ്ടാകുന്നത്. ഇനി അങ്ങോട്ടുള്ള ഘട്ടത്തിൽ റോമൻ സാമ്രാജ്യമല്ല, ഇനിയുള്ളത് റോമൻ റിപ്പബ്ലിക്കാണ്. റോമൻ റിപ്പബ്ലിക് ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അതിൻ്റെ ആദ്യത്തെ കൗൺസിലേഴ്സായിട്ട് ഇവിടെ ഇപ്പോൾ വിപ്ലവ യുദ്ധം നടത്തിയിട്ടുള്ള ആ 2 പേരെ തിരഞ്ഞെടുക്കുകയാണ്, കലാറ്റിനസും ബ്രൂട്ടസും. കലാറ്റിനസിനും ബ്രൂട്ടസിനും ആയുഷ്കാലം അപ്രകാരം ലീഡറായിട്ട് തുടരാനൊന്നും സാധിക്കുന്നതല്ല. അവർക്ക് 1 വർഷം മാത്രമാണ് ഭരിക്കാൻ സാധ്യമാകുന്നത്. അടുത്ത വർഷം വീണ്ടും സെനറ്റ് തീരുമാനിക്കും ഇവർ തന്നെ വീണ്ടും ലീഡറായിട്ട് മാറണോ എന്ന്. ആ 1 വർഷത്തിന് ശേഷം ഒരു വിചാരണ ഉണ്ടായിരിക്കുന്നതാണ്. ഇവർ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ ശിക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് കൗൺസിൽസ് എപ്പോഴും ഭയത്തോടു കൂടി തന്നെയാണ് ഭരിക്കുന്നത്. കാരണം മോശമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ വിചാരണ നടക്കുന്നതാണ്. ഇവർ ഒരുപക്ഷെ നാട് കടത്തിയേക്കാം, ഒരുപക്ഷെ തടവിൽ അടയ്ക്കപ്പെട്ടേക്കാം, അതുമല്ലെങ്കിൽ കൊന്നുകളയാനുള്ള സാധ്യതയുമുണ്ട്. ഭയത്തോടു കൂടിയുള്ള ഒരു ഭരണമാണ്. അതിൽ ചില നേട്ടങ്ങളൊക്കെ റോമിന് കിട്ടുന്നുണ്ട്, പക്ഷേ ചില കോട്ടങ്ങളൊക്കെ സംഭവിക്കുന്നുമുണ്ട്. 2 കൗൺസിൽസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വീറ്റോ അധികാരമുണ്ട്. ഇവർ 2 പേരും കൂടെ ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചാൽ മാത്രമേ ആ കാര്യം നടപ്പിലാവുകയുള്ളൂ. സെനറ്റ് കുറേ കാര്യങ്ങൾ നിർദ്ദേശിക്കും. ആ കാര്യങ്ങൾ ഇവർ 2 പേരും ചർച്ച ചെയ്തിട്ട് നടപ്പിലാക്കും. ഇവർ ചർച്ച ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ഒരാൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ആ കാര്യം നടപ്പിലാകുന്നതല്ല. 2 പേരും ഒരുപോലെ തന്നെ ഒരു കാര്യത്തിൽ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ കാര്യം നടപ്പിലാകുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം സമാധാനമായിട്ട് കടന്നു പോവുകയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള സമാധാനം ഉണ്ടായിരിക്കുന്നതല്ല. എപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇൻസ്റ്റെബിലിറ്റി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെയും ആ കാര്യം സംഭവിക്കുകയാണ്. അവർക്ക് വലിയൊരു ആക്രമണം എട്രൂക്യൻസ് ട്രൈബൽസിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്, നോർത്തിൽ നിന്നും. അങ്ങനെ ശക്തമായിട്ടുള്ള ആ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ സെനറ്റ് ഒന്ന് പകച്ചു പോവുകയാണ്. കൗൺസിൽസിനും ഒന്നും ചെയ്യാൻ സാധ്യമാകുന്നില്ല. കാരണം കൗൺസിൽസിന് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. ഒരു യുദ്ധം നടക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ വേണം. ആ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ശക്തി ഒരാൾക്കുണ്ടായിരിക്കണം. പക്ഷേ കൗൺസിൽസിന് അങ്ങനൊരു ശക്തിയില്ല. അവർ ഭയത്തോടു കൂടി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പെട്ടെന്ന് എടുത്തു ചാടി യുദ്ധത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ ഇവർക്ക് വിചാരണ നേരിടേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സെനറ്റ് മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിനെല്ലാം പുറമേ ആയിട്ട് ഒരു ഡിക്റ്റേറ്ററിനെ നിയമിക്കുക. ആ ഡിക്റ്റേറ്ററിന് കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. അയാൾക്ക് വിചാരണയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ 6 മാസം മാത്രമായിരിക്കും അയാളുടെ കാലയളവ്. 6 മാസം കഴിഞ്ഞാൽ അയാൾക്ക് ആ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വരുന്നതുമാണ്. എല്ലായ്പ്പോഴും ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായിരിക്കുന്നതുമല്ല. ഇത്തരത്തിൽ യുദ്ധമൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര ലഹളയൊക്കെ സംഭവിക്കുമ്പോഴായിരിക്കും ഒരു ഡിക്റ്റേറ്ററിനെ നിയമിക്കുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡിക്റ്റേറ്റേഴ്സ് ഉണ്ടാവുകയാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ജൂലിയസ് സീസറും മാർക്ക് ആൻ്റണിയും ഒക്ടേവിയനും ഒക്കെ ഡിക്റ്റേറ്റേഴ്സ് തന്നെയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഈ ഒരു യുദ്ധവും അതിനെ തുടർന്ന് സെനറ്റ് എടുത്ത ആ ഒരു തീരുമാനവുമായിരുന്നു. ആ യുദ്ധത്തിൽ എട്രൂക്യൻസിനെ റോമാക്കാർ പരാജയപ്പെടുത്തുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ റോമാക്കാരുടെ ഒരു ശക്തിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം റോമാക്കാരേക്കാൾ ശക്തരാണ് എട്രൂക്യൻസ്. അവർ കുറേ കൂടെ വലിയൊരു പ്രദേശത്ത് ഭരിക്കുന്ന വലിയൊരു ജനസംഖ്യയുള്ള ആളുകൾ തന്നെയാണ്. അതിൽ തന്നെ ഒരുപാട് ട്രൈബൽസ് പ്രത്യേകമായിട്ടുണ്ട്.
ഇവിടെ അവരെ തോൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ളൊരു കാരണം മറ്റൊരു യുദ്ധമാണ്. ഈ എട്രൂക്യൻസിൻ്റെയും നോർത്തിലായിട്ട് അതിൻ്റെയും ഉത്തരഭാഗത്തായിട്ട് മറ്റൊരു ട്രൈബൽ ഗോത്രമുണ്ട്. ആ ഗോത്രം ഒരു വലിയ യുദ്ധം അവിടെ അഴിച്ചു വിടുകയുണ്ടായി. ഗാലിക് ട്രൈബ്സ് എന്നാണ് അവരുടെ പേര്. അവർ എട്രൂക്യൻസിൻ്റെ ഏതാണ്ട് അത്രയും തന്നെ ശക്തരായിട്ടുള്ള ട്രൈബൽസ് ആണ്. ഗാലിക്കിൻ്റെ ഈ ഒരു ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സൈന്യത്തെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു വിഭാഗത്തെ നോർത്തിലേക്കും ഒരു വിഭാഗത്തെ സൗത്തിലേക്കും അയക്കേണ്ടി വന്നു. അതിനെ തുടർന്നാണ് എട്രൂക്യൻസിന് ഇവിടെ പരാജയം രുചിക്കേണ്ടി വരുന്നത്. എങ്കിൽ പോലും റോമിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനം സ്ഥാപിക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാലിക് ട്രൈബൽസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എട്രൂക്യൻസ് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ സംഭവിക്കുന്നുമുണ്ട്. ആ സമയത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഒരു സിവിൽ വാർ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധമൊന്നുമല്ല, സമാധാനപരമായിട്ടുള്ള ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു സമരമായിരുന്നു. കാരണം റോമാക്കാർക്കിടയിൽ കുറേ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ജാതിയും മതവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ ആ കാലഘട്ടത്തിൽ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ പല പല ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവർ നോബിൾമാൻ തന്നെയാണ്. നോബിൾമാൻ പക്ഷേ 100 പേര് മാത്രമേ വരുന്നുള്ളൂ. 100 പേരും അവരുടെ കുടുംബങ്ങളും വരുന്നതാണ്. എന്നാൽ മുൻപുണ്ടായിരുന്ന ഒരുപാട് നോബിൾമാനുണ്ട്. ആ നോബിൾമാൻ്റെ കുടുംബക്കാരുണ്ട്, അവരുടെ കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ വലിയൊരു സംഖ്യ ആൾക്കാർ തന്നെ ഉണ്ട്. അവരൊക്കെ അപ്പർ ക്ലാസ് ആണ്. അവർക്ക് വലിയ അളവിലുള്ള ഭൂസ്വത്തുണ്ട്, അതുപോലെ സ്വർണമുണ്ട്, ആഭരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സമ്പത്തുള്ള ഒരു വലിയ വിഭാഗമാണ്. വലിയ വിഭാഗം എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിലാണ് ആ വലിപ്പമുള്ളത്. ജനസംഖ്യയിൽ അവർ വളരെയധികം കുറച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. ലാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ പെട്രീഷ്യൻസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ലാൻഡ് ഓണേഴ്സ് എന്ന് പറയാൻ കാരണം മിക്ക സ്ഥലങ്ങളും ഇവരുടെ കീഴിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഇവർക്ക് സ്വന്തമല്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ മറ്റ് ചില ആളുകൾക്കും കൂടി സ്വന്തമാണ്. പ്ലീബിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾക്കാണ്. അവർ അടിമകളല്ല, പക്ഷേ അവർ ഈ നോബിൾമാൻ്റെ പാരമ്പര്യമുള്ള ആളുകളുമല്ല. ഇവർക്ക് കുറച്ച് സ്വത്തുക്കളുണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഒരു വലിയ യുദ്ധം വരികയാണെങ്കിൽ, ഒരു വലിയ വരൾച്ച വരികയാണെങ്കിൽ, ഒരു വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ ആദ്യം ബാധിക്കുന്നത് ഈ സാധാരണക്കാരെയാണ്, പ്ലീബിയൻസിനെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും കടം മേടിക്കേണ്ടി വരുന്നതാണ്. ആ കടം മേടിക്കുന്നത് ഇവർക്ക് തൊട്ട് മുകളിലുള്ള പെട്രീഷ്യൻസിൻ്റെ കയ്യിൽ നിന്നുമാണ്. അങ്ങനെ ഒരു വെറുതെ പണം തരികയില്ലല്ലോ, പണത്തിന് പലിശയൊക്കെ ഉണ്ട്. ആ പലിശയൊന്നും അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കടം വാങ്ങിയ ആൾ ഇവരുടെ അടിമയായിട്ട് അല്ലെങ്കിൽ പ്ലീബിയൻസ് അടിമയായിട്ട് മാറുന്നതാണ്. അതായത് ഈ പ്ലീബിയൻസിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ്. അതിൽ നിന്നൊന്ന് വഴുതി വീഴുകയാണെങ്കിൽ, ഒന്ന് തെന്നി മാറുകയാണെങ്കിൽ അവർ അടിമയായിട്ട് മാറുന്നതാണ്. അത്തരത്തിൽ വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് അവർക്കുണ്ടായിരുന്നത്. അടിമകൾക്ക് അവകാശമൊന്നുമില്ല. അപ്പോൾ ഈ ആഭ്യന്തര യുദ്ധത്തിലേക്ക് അടിമകൾ വരുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇവിടെ യുദ്ധം ചെയ്യുന്നത് പ്ലീബിയൻസ് ആണ്. പക്ഷേ ഇവർ ആയുധം എടുത്തിട്ടുള്ള ഒരു യുദ്ധമൊന്നുമല്ല ചെയ്യുന്നത്. ഇവർ ഒരു സമരമാർഗമാണ് ചെയ്യുന്നത്. ഇവരുടെ ശക്തി എന്ന് പറയുന്നത് എണ്ണമാണ്. ഇവർ ഒരുപാട് എണ്ണമുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ പെട്രീഷ്യൻസ് വളരെയധികം കുറച്ച് ആളുകൾ മാത്രമാണ്. ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അവർക്ക് സംഘടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഏതൊരു രാജ്യം എടുത്താലും അവിടെ ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നേരിടുന്ന വ്യക്തികളായിരിക്കും, ആളുകളായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അവർ സംഘടിക്കുകയാണെങ്കിൽ ഈ ഉയർന്ന തലത്തിലുള്ള ഉയർന്ന ജാതിക്കാരനെ വളരെ അനായാസമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു സംഘടനാ ശക്തിയൊന്നും മിക്ക രാജ്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതല്ല. അവിടെയാണ് ഈ റോമൻ രക്തം വ്യത്യസ്തമാകുന്നത്. അവർ സംഘടിക്കുന്നുണ്ട്. അങ്ങനെ ആ വലിയൊരു സംഖ്യം ആളുകൾ അവർ സംഘടിച്ച് ഒരു സമരം നടത്തുകയാണ്. ഞങ്ങൾ ഇനി യുദ്ധം ചെയ്യുന്നതല്ല. ആ സമയത്ത് 3 ചെറിയ ട്രൈബൽസുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇവർ യുദ്ധം ചെയ്യാതെ അവിടെ വളരെയധികം പുരാതനമായിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ പോയിരുന്ന് സമരം ചെയ്യുകയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കാണാത്ത തരത്തിലുള്ള സമരമെന്ന് പറയാം. കാരണം അവിടെ ആക്രമണങ്ങളൊന്നും സംഭവിക്കുന്നില്ല, ആരുടെയും വഴിയൊന്നും തടയുന്നില്ല. അവർ സമാധാനപരമായിട്ട് ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്യാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെടാതെ വന്നപ്പോൾ സെനറ്റിനെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇങ്ങനെ യുദ്ധം ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവർ യുദ്ധത്തിൽ തോറ്റുപോകുന്നതാണ്. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർപ്പാക്കണം. സെനറ്റ് കൗൺസിൽസിനെ കാണുന്നുണ്ട്. കൗൺസിൽസ് നേരിട്ട് ഈ സാധാരണ ജനങ്ങളുമായിട്ട്, പ്ലീബിയൻസുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരോട് സംസാരിച്ച് ഒരു തീർപ്പുണ്ടാക്കുന്നുമുണ്ട്.
നിങ്ങൾക്ക് വേണ്ടി ഒരു ട്രൈബ്യൂണൽ ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾക്കൊരു അസംബ്ലി. സാധാരണ ഒരു പ്രഹസനം എന്ന രീതിയിലുള്ള അസംബ്ലി ഒന്നുമല്ല. നിങ്ങളിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കും. അതിനു പുറമെ നിങ്ങൾക്ക് വീറ്റോ അധികാരം കൂടി നൽകുന്നതാണ്. കൗൺസിൽസും സെനറ്റും എടുക്കുന്ന തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ അസംബ്ലിക്ക് ഉചിതമല്ലാത്ത കാര്യങ്ങളൊന്നും ഈ രാജ്യത്ത് ഇനി നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് ഏതാണ്ട് 2300 വർഷങ്ങൾക്ക് മുൻപാണെന്ന് കൂടി ഓർക്കണം. അത്രയും വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ആ രീതിയിൽ സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഒരു ചരിത്രം തന്നെയാണ് പിറന്നു വീണത്. അധികം വൈകാതെ തന്നെ 451 BC-യിൽ 10 ലോ മേക്കേഴ്സിനെ വെച്ചിട്ട് ഒരു ലോ കോഡ്, ഒരു നിയമം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ഒരു നിയമ പുസ്തകം. അതിനു മുൻപ് നിയമങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ നിയമങ്ങളൊക്കെ തന്നെയും ഏറ്റവും ഉയർന്ന ക്ലാസ്സിലുള്ള പെട്രീഷ്യൻസിനെ സഹായിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ പ്ലീബിയൻസിനെ കൂടെ തൃപ്തിപ്പെടുത്തുന്ന നിയമങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം വലിയ മരപ്പലകകളിലൊക്കെ ഇത് കൊത്തിവെച്ച് പൊതുജനങ്ങളെ കാണിക്കുന്നുമുണ്ട്. ആ പലകകളൊക്കെ ഇപ്പോഴും ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ ലഭ്യമാണ്. അതിൽ വ്യക്തമായിട്ട് നിയമങ്ങളൊക്കെ എഴുതിയിട്ടുമുണ്ട്. പ്ലീബിയൻസിനെ പൂർണ്ണമായിട്ടും തുല്യരാക്കുന്ന രീതിയിലുള്ള നിയമമായിരുന്നില്ല, പക്ഷേ ഒരുപാട് അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. അതായത് ഉയർന്ന ക്ലാസ്സിലുള്ള ഒരു വ്യക്തിക്ക് താഴ്ന്ന ക്ലാസ്സിലുള്ള ഒരു വ്യക്തിയെ വിവാഹം ചെയ്യാനുള്ള അവകാശമില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയാണോ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2020-ലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഉയർന്ന ജാതിയിലുള്ള ഒരാൾ താഴ്ന്ന ജാതിയിലുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ചരിത്രങ്ങൾ. ഈ അടുത്തിടയ്ക്ക് തന്നെ തമിഴ്നാട്ടിൽ അത്തരത്തിലുള്ളൊരു സംഭവം നടക്കുകയും നമ്മളൊക്കെ ഞെട്ടലോടുകൂടി തന്നെ ആ വാർത്ത കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ 2400 വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാലഘട്ടത്തിൽ അതൊരു നിയമമായിട്ടുണ്ടാകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് 2400 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ മനുഷ്യർക്ക് അത് വലിയൊരു കുറവായിട്ടൊന്നും അവർ എടുത്തില്ല. കാരണം അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഒരുപാട് അനീതികൾക്കെതിരെ ആ നിയമം മുന്നോട്ട് വരുന്നുണ്ട്. അതവരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് അവർ സമരം ഉപേക്ഷിച്ച് യുദ്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ എട്രൂക്യൻ സിറ്റി ആക്രമിക്കുകയാണ്, എല്ലാവരും ഒന്നു ചേർന്ന്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ അവകാശവും ഒരേ നിയമവും ഒക്കെയാണ് ഉള്ളത്. പക്ഷേ ഈ യുദ്ധത്തിൽ അവർ ജയിക്കുന്നില്ല. തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും അവർ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എട്രൂക്യൻസ് അതിശക്തരാണ്. അവർക്ക് ഒരേ സമയം തന്നെ 2 യുദ്ധങ്ങളിലാണ് ഏർപ്പെടേണ്ടി വരുന്നത്. ഒന്ന്, അവരുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന റോമാക്കാർ, അവരെ തടഞ്ഞു നിർത്തുകയും വേണം. അതുപോലെ തന്നെ ഗൗൾസ് അവരെ ആക്രമിക്കുന്നുണ്ട്, അവരുടെ രാജ്യം, അവരുടെ ട്രൈബ് സിറ്റി കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിന് തടയിടുകയും വേണം. ഇങ്ങനെ 50 വർഷത്തോളം ചെറുത്ത് നിൽക്കാൻ എട്രൂക്യൻസിന് സാധിക്കുന്നുണ്ട്. BC 356-ൽ ആ വലിയ കവാടം ഭേദിച്ചുകൊണ്ട് റോമക്കാർക്ക് എട്രൂക്യൻ്റെ ആ ട്രൈബലിൻ്റെ സിറ്റിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമായി, അവരെ കീഴ്പ്പെടുത്താനും സാധ്യമായി. അങ്ങനെ റോമാക്കാരുടെ ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു യുദ്ധം അവിടെ ചരിത്രത്തിൽ എഴുതി ചേർക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു യുദ്ധത്തിൽ വിജയം നേടിയെങ്കിലും അതൊരു പിറസ് വിക്ടറി മാത്രമായിരുന്നു. വിജയിച്ചു, പക്ഷേ ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. ഫിനാൻഷ്യലി ഒരുപാട് തകർന്നു പോയി. റോമിൻ്റെ നട്ടൽ തന്നെ ഒടിഞ്ഞുപോയി. ഒരുപാട് പേർ മരണമടയുകയും ചെയ്തു. ഈ സമയത്താണ് മറ്റൊരു യുട്രീക്കൻ ട്രൈബലിൻ്റെ ഒരു മെസ്സഞ്ചർ ഇവരെ തേടി എത്തിച്ചേരുന്നത്. ഞങ്ങൾക്കൊരു വലിയ സഹായം വേണം. ഗോൾസ്, അവർ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ അതിശക്തരാണ്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ കൂടി ഞങ്ങളുടെ ഒപ്പം ചേരുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ട്രൈബായിട്ട് മാറാം, അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാം, അവരുടെ പ്രദേശം കൂടി നമ്മുടെ ഭാഗമാക്കി മാറ്റാം. പക്ഷേ റോമക്കാർക്ക് ആ സമയത്ത് ഒരു യുദ്ധത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല, പക്ഷേ നിങ്ങളെ ഞങ്ങൾ വിട്ടുകൊടുക്കുന്നുമില്ല. ഞങ്ങൾ ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. നേരിട്ട് ഗുൾസുമായിട്ട് ഞങ്ങൾ സംസാരിക്കും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, ഞങ്ങൾക്ക് വേണ്ടി കൂടി സംസാരിക്കും. അങ്ങനെ ഒരു സന്ധി സംഭാഷണം നടക്കുകയാണ്. പക്ഷേ ആ സന്ധി സംഭാഷണം വാക്ക് തർക്കങ്ങളായിട്ട് മാറുകയാണ്. അങ്ങനെ ഗുൾസ് അതുവരെ നോട്ടമിടാത്ത റോമൻ സാമ്രാജ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ മാറുകയാണ്. ഇപ്പോൾ എട്രൂക്യൻസ് അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഇപ്പോൾ റോമാക്കാരാണ്. റോമാക്കാർക്ക് എന്തിൻ്റെ കേടായിരുന്നു? അവർ ഒരു ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ സാഹചര്യത്തിൽ ഒരു സന്ധി സംഭാഷണത്തിലേക്ക് പോകുന്നു. ആ സന്ധി സംഭാഷണം പരാജയപ്പെട്ട് ഒടുവിൽ അവർ യുദ്ധത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുകയാണ്. ആ യുദ്ധത്തെ നേരിടാനൊന്നും അവർക്ക് ശക്തിയില്ല. ഗുൾസ് അത്രയും ശക്തമാണ്. ഉറപ്പായിരുന്നു അവർ പരാജയപ്പെടുമെന്ന്. എങ്കിൽ പോലും
പൊരുതി തോൽക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. BC 387 ഒരു വലിയ പടയും നയിച്ചുകൊണ്ട് ബ്രെനിസ് എന്ന വ്യക്തി അവിടെ നിന്നും പുറപ്പെട്ടു. ഗുൽസിൽ നിന്നും അയാൾ പുറപ്പെട്ടത് റോമിലേക്കായിരുന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത് ടിബർ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ആ തീരത്തിന് അപ്പുറമുള്ളതൊക്കെ തന്നെയും റോമൻ സാമ്രാജ്യമാണ് അത് കീഴ്പ്പെടുത്തുക. എതിരാളികൾ അവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് ഇവർക്ക് വ്യക്തമായിരുന്നു. അവരുടെ പ്രതീക്ഷ പോലെ തന്നെ ഒരു ചെറിയ സൈന്യം അവിടെ എത്തിച്ചേർന്നു. ബെർണീസ് കരുതിയത് ഇതൊരു വലിയ ട്രാപ്പാണെന്നാണ്. യുദ്ധത്തിൽ അങ്ങനെ പലതരത്തിലുള്ള ട്രാപ്പുകളും കാണിക്കാറുണ്ട്. ഒരു ചെറിയ സൈന്യമാണ് മുൻപിലുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭയവുമില്ലാതെ അവിടേക്ക് യുദ്ധം ചെയ്തു പോവുകയും അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്തായിരിക്കും 4 വശങ്ങളിൽ നിന്നും മറ്റ് പല സൈന്യവും നമ്മളെ ആക്രമിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് എടുത്ത് ചാടണ്ട എന്ന് ബ്രെനിസ് തീരുമാനിക്കുന്നുണ്ട്. അയാൾ ചില ചാരന്മാരെയൊക്കെ ഏർപ്പെടുത്തുകയാണ്. പല വശങ്ങളിലുമായിട്ട് യാത്ര ചെയ്ത് അവിടെ ആരെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് കണ്ടെത്തുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ചാരന്മാർ മടങ്ങി വന്നു. പേടിക്കേണ്ട ഒരാവശ്യവുമില്ല, ഇതുമാത്രമാണ് അവരുടെ സൈന്യം. അവർ വളരെയധികം ശുഷ്കമായിരിക്കുന്നു. അവരുടെ പക്കൽ മറ്റ് ആയുധങ്ങളോ സൈന്യമോ ഇല്ല. നമുക്ക് അനായാസം അവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇത് കേൾക്കേണ്ട താമസം ബ്രെനിസ് അവരുടെ പടയും നയിച്ചുകൊണ്ട് ആ നദിയും കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. വളരെ അനായാസമായിട്ട് തന്നെ ആ യുദ്ധത്തിൽ അവരെ കീഴ്പ്പെടുത്തുന്നുമുണ്ട്. റോമൻ പട്ടണം അപ്പോഴേക്കും അവിടെ ഉണ്ടായിട്ട് ഏതാണ്ട് 800 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. ആ 800 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ മറ്റൊരു ബാഹ്യശക്തിയും അവിടെ വന്ന് ഭരിച്ചിട്ടില്ല. അവരെ ഭരിച്ചതൊക്കെ തന്നെയും അവരുടെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു. ആദ്യമായിട്ട് വെളിയിൽ നിന്നുള്ള ഒരു ശക്തി അവരെ ഭരിക്കുകയാണ്. അവരുടെ അഭിമാനത്തിനേറ്റ വലിയൊരു ക്ഷതം തന്നെയായിരുന്നു. ഇതോടുകൂടി തന്നെ റോമൻ സാമ്രാജ്യം ഈ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് അവർ ഉറപ്പിച്ചു. പക്ഷേ അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ, റോമാ സാമ്രാജ്യത്തിന് ചരിത്രത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ടുണ്ട്. ഒരുപാട് ഹീറോ പരിവേഷമുള്ള ആളുകൾ ഇനിയും ജനിക്കാനായിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് നൂറ്റാണ്ടുകൾ ഇനിയും ഭരിക്കേണ്ട, ഒരുപാട് സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തേണ്ട വ്യക്തികളാണിവർ. അതവർക്ക് അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സൂചന അവരിലേക്ക് എത്തിച്ചേർന്നു. അവരെ പിടിച്ചടക്കിയിരിക്കുന്ന ആ സൈന്യവ്യൂഹത്തിൻ്റെ ക്യാമ്പിലേക്ക് പകർച്ചവ്യാധി എത്തിച്ചേരുകയാണ്. ആ പകർച്ചവ്യാധിയിലൂടെ നിരവധി പട്ടാളക്കാർ മരണമടയുകയാണ്. ഗൗൾസ് അപകടം മണത്തു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണം. പക്ഷേ വെറും കൈയോടുകൂടി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇവരെ കീഴ്പ്പെടുത്തിയതാണ്. യുദ്ധത്തിൽ അവർക്കും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നതാണ്. തിരികെ പോയി കഴിഞ്ഞാൽ രാജാവിനോട് എന്ത് മറുപടിയാണ് പറയുക? അതുകൊണ്ട് ഇവിടെ നിന്നും വലിയൊരു പണം തന്നെ സമാഹരിച്ച് തിരികെ പോകേണ്ടതായിട്ടുണ്ട്. ഗൗൾസ് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ്, പക്ഷേ 1000 പൗണ്ട് ഭാരം വരുന്ന സ്വർണം ഞങ്ങൾക്ക് തരണം. റോമാക്കാർക്ക് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വർണം കൊടുത്ത് ഇവരെ പറഞ്ഞു വിടാം. റോമാക്കാരുടെ മൊത്തത്തിലുള്ള എല്ലാ ഫിനാൻസും, മൊത്തത്തിലുള്ള എല്ലാ വെൽത്തും അവർക്ക് കൊടുക്കേണ്ടി വരുന്നതാണ് ഈ 1000 പൗണ്ടിൻ്റെ രൂപത്തിൽ. അങ്ങനെ അവിടെ അളവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 പൗണ്ടിൻ്റെ സ്വർണം അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ഒരു പട്ടണത്തിൻ്റെ വെളിയിലായിട്ട് ഒരു ചെറിയ സൈന്യം ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻപിലായിട്ട് റോമാക്കാർ ഒരു കാലത്ത് ബഹുമാനിച്ചിരുന്ന, പിന്നീട് പുറത്താക്കിയ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. മുൻകാലത്തുണ്ടായിരുന്ന ഒരു കൗൺസിൽ. സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിൻ്റെ പേരിൽ അയാളെ ആ നാട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. ഇപ്പോൾ റോമിന് വലിയൊരു അപകടം സംഭവിച്ച ഈ സാഹചര്യത്തിൽ ഒരു വലിയ പടയെ നയിച്ചുകൊണ്ട് അയാൾ മടങ്ങി വന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വലിയ പേര് ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. മാർക്കസ് ഫ്യൂരിയസ് കമീലിയോസിൻ്റെ ആക്രമണമാണ് അവിടെ സംഭവിക്കുന്നത്. തിരികെ വലിയ രീതിയിലുള്ള സ്വത്തുമായിട്ട് മടങ്ങാമെന്ന് കരുതിയിരുന്ന ഗോൾസിനെ അയാൾ വേട്ടയാടി കൊല്ലുകയാണ്. അങ്ങനെ വീണ്ടും റോമൻ സാമ്രാജ്യം പ്രബലത്തിൽ വരികയാണ്. ഗോൾസ് അവിടെ ഭരിച്ചത് വെറും 7 മാസം മാത്രമായിരുന്നു. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റോമിൻ്റെ ഒരു താരോദയമാണ്. പക്ഷേ അപ്പോഴേക്കും റോം പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള ആ ഭദ്രത അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനി അത് വീണ്ടെടുക്കാൻ വളരെയധികം പ്രയാസമാണ്. പക്ഷേ ഇവർ സാധാരണക്കാരല്ല, ഇവർ റോമാക്കാരാണ്. ഇവർ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഇവിടെ ഒന്നും തന്നെയില്ല. അവിടെ വീണ്ടും റോമൻ സാമ്രാജ്യം പടുത്തുയർത്തുകയാണ്. ആ പടുത്തുയർത്തുന്നത് കമീലിയോസ് ആണ്. അദ്ദേഹത്തെ ചരിത്രകാരന്മാർ ഒരു പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ള ഒരു പേര്,
റോമൻ സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ സ്ഥാപകൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഫൗണ്ടർ കമീലിയോസ് ദ ഗ്രേറ്റ്. പിന്നീട് അങ്ങോട്ടുള്ള 300 വർഷങ്ങൾ, ആ 300 വർഷങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ അവർ ഒരുപാട് പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കുന്നുണ്ട്, ഒരുപാട് യുദ്ധവീരന്മാർ അവർക്കുണ്ടാകുന്നുണ്ട്, ഒരുപാട് നായക കഥാപാത്രങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, അവർ പലരെയും കീഴ്പ്പെടുത്തുന്നുണ്ട്. അങ്ങനെ റോമൻ സാമ്രാജ്യം പ്രതാപത്തിലേക്ക് ഉയർന്നു വരികയാണ്. നമ്മൾ ഇവിടെ നിന്നും എടുത്തു ചാടുന്നത് 300 വർഷം കഴിഞ്ഞുള്ള ഒരു ഘട്ടത്തിലേക്കാണ്. ആ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് റോമൻ എംപയർ ഉണ്ടാകുന്നത്. ഒരു ചരിത്രകഥ ആരംഭിക്കുമ്പോൾ ഈ രാജ്യം അല്ലെങ്കിൽ ഈ ഒരു പട്ടണം അത് റോമൻ കിങ്ഡം ആയിരുന്നു. പിന്നീട് അത് റോമൻ റിപ്പബ്ലിക്കായിട്ട് മാറി. അതും കഴിഞ്ഞ് റോമൻ എംപയറായിട്ട് മാറുകയാണ്. ആദ്യത്തെ ചക്രവർത്തി അവിടെ ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അഗസ്റ്റസ് സീസർ അല്ലെങ്കിൽ ഒക്ടേവിയൻ എന്ന് പറയും. ഒക്ടേവിയൻ എന്നായിരുന്നു ആദ്യത്തെ പേര്, പിന്നീട് അദ്ദേഹം തന്നെ സ്വീകരിച്ചതാണ് അഗസ്റ്റസ് സീസർ. ആ ചരിത്രത്തിലേക്ക് നേരിട്ട് ചാടുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കുറേയധികം ചരിത്ര മുഹൂർത്തങ്ങൾ നമുക്ക് നഷ്ടമാകും. കാരണം അതിന് തൊട്ട് മുമ്പായിരുന്നു ജൂലിയസ് സീസറും ക്ലിയോപാട്രയും മാർക്ക് ആൻ്റണിയും ബ്രൂട്ടസും ഒക്കെ കഥയിലേക്ക് വരുന്നത്. അതെല്ലാം ഓവർടേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അഗസ്റ്റസ് സീസറിൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക്, അയാളുടെ ഭരണത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. പക്ഷേ ആ കഥകളൊക്കെ തന്നെയും ക്ലിയോപാട്ര എന്ന ഒരു സീരീസിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ മിക്ക ആളുകളും അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് അതിന് ഏതാണ്ട് ഒരു 1.5 ലക്ഷം വ്യൂസോളം ആയിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിന്. ഇപ്പോൾ 3 ആഴ്ച മാത്രമേ അത് പബ്ലിഷ് ചെയ്തിട്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും അതേ കഥകൾ തന്നെ ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയോപാട്ര പ്ലേലിസ്റ്റിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാവുന്നതാണ്. ക്ലിയോപാട്രയുടെ ആ ഒരു സീരീസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർ കമൻറ്റിലൂടെയും മെസ്സേജായിട്ടുമൊക്കെ എന്നോട് ചോദിച്ചതാണ്, ക്ലിയോപാട്രയുടെ മരണശേഷം പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്, പിന്നീട് റോമിൽ എന്താണ് സംഭവിച്ചത്, അഗസ്റ്റസ് സീസറിന് എന്താണ് സംഭവിച്ചത്. ആ കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. റോമിൻ്റെ കഥ ഇനി തുടരുകയാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കഥ ഇനിയാണ് വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ റോമിൻ്റെ വളർച്ചയുടെ കാലഘട്ടമാണ്. റോം ഒരു വലിയ ശക്തിയായിട്ട് മാറിയിട്ടില്ല. അഗസ്റ്റസ് സീസറിൻ്റെ ആ ഒരു കാലഘട്ടം മുതൽ റോം വലിയൊരു സാമ്രാജ്യമായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം കലിഗുല പോലുള്ള വലിയ ധീരന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് പിറവി കൊടുക്കുന്നുണ്ട് റോം. നീചമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മോശമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. കൊട്ടാരം തന്നെ ഒരു വേശ്യാലയമായിട്ട് മാറുന്നുണ്ട്. അതൊക്കെ റോമൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്, റോമാക്കാരുടെ ഒരു ഭാഗമാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം.